നമ്മൾ കർണാടക സൈഡിലോട്ടെല്ലാം പോകുമ്പോൾ അവിടെ ഏതൊരു ഹോട്ടലിൽ കയറിയാലും കിട്ടുന്ന ഒരു മെയിൻ ഐറ്റമാണ് തട്ട ഇഡ്ഡലി, അതായത് ഗീപ്പൊടി തട്ട ഇഡ്ഡലി കേട്ടോ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു പൊടിയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറേ പേര് ചോദിച്ചു ഈ പൊടിയുടെ റെസിപ്പി ചെയ്യുമെന്ന്. അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ചൂടായ ഒരു പാനിലോട്ടേ നമുക്ക് 1 കപ്പ് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അടുത്ത ഒരു 3/4 കപ്പ് ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. കരിയരുത്. ഈ കളറെല്ലാം മാറി ഏകദേശം ഇതേപോലെ ആവും. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അടുത്ത നമുക്കൊരു 3/4 കപ്പ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കരിയാണ്ട് നോക്കണം, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ കളർ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന എള്ളാണ് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുത്താൽ മതി. എള്ള് പറഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ടിപ്പോൾ നമ്മളതായി ഞാൻ അതും മാറ്റിയതിന് ശേഷം അടുത്ത് ഇടുന്നത് കുറച്ച് ഉണക്കമുളക്, ഏകദേശം ഒരു 5 ഉണക്കമുളക്, പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ. ഏകദേശം 1 പിടി കുരുമുളക് മതി കേട്ടോ. അടുത്തത് മാറ്റിയതിന് ശേഷം നമ്മളടുത്ത് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലാണ്. കറിവേപ്പില നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കരിയാണ്ട് നോക്കണം, പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാത്തിനും മുകളിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അത് ഏകദേശം ഇതേപോലെ അടിച്ചെടുക്കണം. അടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഏകദേശം 2 ടീസ്പൂൺ കായപ്പൊടിയൊക്കെ മതി. ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ എടുക്കുന്നത് നല്ല പഞ്ഞി പോലത്തെ അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഇതായ നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ ചെയ്ത പൊടി നിങ്ങൾക്ക് ദോശയുടെ ഒപ്പം ട്രൈ ചെയ്യാം കേട്ടോ. ദോശയുടെ ഒപ്പമൊക്കെ വേറെ ലെവലാണ് ഈ സാധനം. അതിനുശേഷം നമ്മൾ ഈ പൊടി ഇഡ്ഡലിയുടെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മളിത് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി പൊടി ഇഡ്ഡലി റെഡി ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക.